യെസ്, വെൽക്കം ബാക്ക് ടു NM ക്ലാസ് റൂം അഗെയിൻ. എടാ നമ്മളിപ്പോ ഇവിടെ എത്തിയെന്നറിയോ? പോയി നമ്മള് എലമെന്റ് 1ഉം 2ഉം 3യും കഴിഞ്ഞ് 4ന്റെ ഫസ്റ്റ് യൂണിറ്റും കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റിലേക്ക് എത്തി. അതായത് ഇപ്പോഴത്തെ നമ്മളൊരു സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ? ഏകദേശം സേഫ്റ്റി ടേംസുകൾ പറഞ്ഞ മനസ്സിലാകുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ. പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. ISO എന്ന് പറയുമ്പോഴും ILO എന്ന് പറയുമ്പോഴും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോഴും C155 R164 എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മുടെ കൂട്ടുകാരെ പോലെ നമുക്ക് പിന്നെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ടുപോയി സോഡ സർവത്ത് മേടിച്ചു കൊടുക്കാൻ പറ്റി പറഞ്ഞ പോലെ ആൾക്കാരെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സേഫ്റ്റി കൾച്ചർ, ഇംപ്രൂവിങ് സേഫ്റ്റി കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് വർക്ക് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഒരു സാധനം അവിടെ കയറി അടിക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് പ്രഷർ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. റിസ്ക് അസസ്മെന്റ്, PTW, SSW എന്നൊക്കെ പറയുമ്പോൾ ആക്റ്റീവ് മോണിറ്ററിംഗ്, റിയാക്റ്റീവ് മോണിറ്ററിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നാൾ ഇതൊന്നും നമുക്കൊന്നും കയറാത്ത ഒരു സാധനമാണ്. മനസ്സിലാവാത്ത ഏതോ രാജ്യത്ത് എവിടെയോ കിടക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇന്നത് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറിയിരിക്കണം. റൈറ്റ്? അപ്പൊ ആ ഒരു ഫീലിൽ തന്നെ ഇരിക്കട്ടെ, ആ ഒരു ഫീലിൽ തന്നെ നിലകൊള്ളാം. യെസ്, വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് യൂണിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർത്ത് എലമെന്റ് സെക്കൻഡ് യൂണിറ്റ് ആണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഇൻസിഡൻസ് ആൻഡ് ആക്സിഡൻസ്. ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു. എന്തൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ, റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്. ആക്ച്വലി നമുക്ക് റിവേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഫസ്റ്റ് ചെയ്യേണ്ട സംഗതിയാണ് എന്ത്? ആക്സിഡന്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്. റൈറ്റ്? അപ്പൊ നമുക്ക് റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. റിപ്പോർട്ടിംഗ്. ആക്സിഡന്റ് എന്ത് ചെയ്യണോടാ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ റെലവന്റ് അതോറിറ്റി. റൈറ്റ്? അപ്പോൾ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരെ ആയിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുക? നോർമലി ഈ ഒരു യൂണിറ്റിന്റെ ഒരു പ്രത്യേകത മനസ്സിലായില്ലേ? ഈ ഒരു യൂണിറ്റ് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതിന് റിപ്പോർട്ട് ചെയ്യാനും അതിനെ റെക്കോർഡ് ചെയ്യാനും പഠിപ്പിക്കാനാണ്. റൈറ്റ്? അപ്പൊ അതിൽ നമുക്ക് റിപ്പോർട്ടിംഗ് എടുക്കാം. അതിൽ അപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് റിപ്പോർട്ട് ചെയ്യുക? ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആരെ പോയി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ റിപ്പോർട്ടിംഗ് നമുക്ക് 2 രീതിയിൽ വരൂടാ. ഇന്റേണൽ റിപ്പോർട്ടിംഗും വരും, എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് വരും. ഇന്റേണൽ എന്ന് വെച്ചാൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യുക. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ പുറത്തുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുക. വിത്തിൻ ദ ഓർഗനൈസേഷൻ നമ്മൾ ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? വിത്തിൻ ദ ഓർഗനൈസേഷൻ നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ലൈൻ മാനേജറെ. ഇനി അതിനനുസരിച്ചിട്ട് ഇതിന്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് ടോപ്പ് മാനേജ്മെന്റിലേക്ക് പോകും. പിന്നെ സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ അകത്തുള്ള റെസ്പോൺസിബിൾ കൺസേൺഡ് പേഴ്സൺസിന് നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യണം. അത് ഏതിലൂടെ റിപ്പോർട്ട് ചെയ്യണം? ഇന്റേണൽ ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് പ്രൊസീജിയറിൽ കൂടെ റിപ്പോർട്ട് ചെയ്യണം. ഇന്റേണൽ ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ. ഏതൊരു ഓർഗനൈസേഷനും എന്തുണ്ടാവും? ഒരു ഇന്റേണൽ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഇന്റേണൽ ആക്സിഡന്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്റേണൽ ആക്സിഡന്റ് റിപ്പോർട്ട് ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ ആക്സിഡന്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് അതിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കും? എന്നാണ് ഉണ്ടായത്, സംഭവം ഉണ്ടായത്, ഡേറ്റ് ആൻഡ് ടൈം, ലൊക്കേഷൻ, എവിടെ വെച്ചുണ്ടായി, ഡീറ്റെയിൽസ് ഓഫ് വിറ്റ്നസ്, ഡീറ്റെയിൽസ് ഓഫ് ദ ഇഞ്ചുവേർഡ്, ആർക്കാണ് പറ്റിയത്, എന്തൊക്കെ ഇഞ്ചുറി വന്നിട്ടുണ്ട്, ഏത് എക്യുപ്മെന്റും എന്നാണ് പറ്റിയത്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലും എന്നാണ് പറ്റിയത്, ഏത് വെഹിക്കിളും എന്നാണ് പറ്റിയത്, അതിനു വേണ്ടിയുള്ള എന്ത് ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു, അത് കണ്ട വിറ്റ്നസ് ആയ ആളുകൾ ആരൊക്കെയാണ്, ഇതിന് ടോട്ടൽ കോസ്റ്റ് എന്ത് വന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്ത്യൻ ആക്സിഡന്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. റൈറ്റ്? അപ്പൊ റിപ്പോർട്ട് ചെയ്തു, ഇന്റേണലി റിപ്പോർട്ട് ചെയ്തു. എക്സ്റ്റേണലി നമ്മൾ ആരെ റിപ്പോർട്ട് ചെയ്യും? എക്സ്റ്റേണലി നമ്മൾ റിപ്പോർട്ട് ചെയ്യുക പല ആളുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എക്സ്റ്റേണലി. ഇപ്പൊ ഉദാഹരണത്തിന് ലോ അല്ലെ, ലീഗലി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനീസിനെ, നമ്മളുടെ ഇൻഷുറൻസ് ടീമിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പിന്നെ നമ്മളുടെ പബ്ലിക് ആയിട്ടുള്ള അഡ്വൈസർ ഉണ്ടാകാം, മേ ബി അഡ്വൈസറെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. തീർന്നില്ല. ഈ ആക്സിഡന്റ് പറ്റിയ ആളുടെ ഫാമിലി ഉണ്ടാവൂലേ, കാഷ്വാലിറ്റി, ഇത് സംഭവിച്ച ആളുടെ ഫാമിലി ഓഫ് ദ കാഷ്വാലിറ്റി. നേരെ ചില ആൾക്കാർ വിളിച്ച നമ്പർ വിളിച്ചിട്ട് ഹലോ ഇന്നയാളുടെ ഭാര്യയാണോ, ആള് വടിയായിട്ടാ എന്നല്ല പറയേണ്ടത്. മനസ്സിലായ? അത് പറയണതിന് വേറൊരു സൈക്കോളജിക്കൽ മാറ്റർ ആണ്. ഫാമിലി ഓഫ് ദ കാഷ്വാലിറ്റി എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റേണലിയും എക്സ്റ്റേണലിയും. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിട്ട് പോലും പലപ്പോഴും വർക്കേഴ്സ് ദേ ആർ ഡിസ്കറേജ്ഡ് ടു റിപ്പോർട്ട്. അവരത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം കാണിക്കാറില്ല റിപ്പോർട്ട് ചെയ്യാൻ. അതിനെന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അതിന്റെ ചിലപ്പോൾ കാരണം അവർ മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ
ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവൂല, നോട്ട് റിസീവ്ഡ്, ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ആലോചിച്ച് ഇനി ഫസ്റ്റ് എയ്ഡ് കിട്ടാണ്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് പോയിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ തന്നെ ഉണ്ടാവില്ല, നോ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ. ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യണ സിസ്റ്റം ഉണ്ടാവില്ല, നോ റിപ്പോർട്ടിംഗ് സിസ്റ്റം. ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കൾച്ചർ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൾച്ചറേ ഇല്ല എന്ന് പറയുന്ന ഓർഗനൈസേഷൻ റിപ്പോർട്ടോ അങ്ങനെ ഒരു കൾച്ചർ തന്നെ ഞങ്ങൾക്കില്ല. ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസീവ് അപ്രോച്ചാണ്, അവരൊരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഇൻസെന്റീവ് സ്കീം, ബോണസുമായിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലാവൂല. അതായത് ഇപ്പോ 3.5 lakh വർക്കിംഗ് അവേഴ്സ് ആക്സിഡന്റ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ബോണസ് ഉണ്ടെന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ ബോണസ് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടാ 3,49,000 മണിക്കൂറിന്റെ ലാസ്റ്റ് സെക്കൻഡിൽ ഒരുത്തം വീണ്, അവൻ വീണ് മിണ്ടരുത്, കയ്യൊടിഞ്ഞ് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് എന്തെയില്ല റിപ്പോർട്ടില്ല, എല്ലാവരും ബോണസും പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇൻസെന്റീവ്സ് സ്കീമുമായിട്ട് ചിലപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ വർക്കേഴ്സ് അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, അവർക്കൊരു ഒരു പേടി ഉണ്ടാവും. പിന്നെ പേപ്പർ വർക്ക്, എക്സസീവ് പേപ്പർ വർക്ക്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ വർക്കിനെ ഭയന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ പല കാരണങ്ങളും. വളരെ ലൈൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്റ്റാഫ് അല്ലേ, അവർക്ക് അങ്ങനെ ഒരു സംഗതി അതിനെ പറ്റിയിട്ട് പേപ്പർ കാണുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. പക്ഷെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ റിപ്പോർട്ടിംഗ് പിന്നെ എന്താ പറയാ എന്തല്ല മാത്രമല്ല, ജസ്റ്റ് ദാറ്റ് മീൻസ് നമ്മൾ ഡയറക്ട്ലി പോയിട്ടെന്നാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻഫോം ചെയ്യാണ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇൻഫോം ചെയ്തതിന് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ്. അടുത്ത റിപ്പോർട്ടിംഗ് കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് വി ആർ റെക്കോർഡിംഗ് ദ incidents. Recording ആണ് actually we are creating the documents, we are documenting the accidents, we are documenting the incident. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്, റെക്കോർഡിംഗ്. അപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ റെലവന്റ് അതോറിറ്റി, ഇമ്മീഡിയറ്റ്ലി ടു ദ ലൈൻ മാനേജ്മെന്റ്, സേഫ്റ്റി ഒഫീഷ്യൽസ് ആരാണ് അവരെ റിപ്പോർട്ട് ചെയ്യണം. ദെൻ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇതിന്റെ റെക്കോർഡിംഗ് സ്റ്റെപ്പ്. റെക്കോർഡിംഗ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡോക്യുമെന്റഡ്. അപ്പൊ ആ ഡോക്യുമെന്റിൽ എന്തെല്ലാം വരണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ഡോക്യുമെന്റിൽ വരേണ്ടതാണ് ഡേറ്റ് ആൻഡ് ടൈം, പ്ലേസ്, ആർക്കാണ് എന്തൊക്കെ പറ്റി, അതിന്റെ കാര്യങ്ങൾ വിശദാംശങ്ങളൊക്കെ ഇന്റേണൽ ആക്സിഡന്റ് റെക്കോർഡിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആവണ്ട പറഞ്ഞത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഒന്ന്, when an accident occur we must report it first, and the second step is we should record the accidents. മനസ്സിലായില്ലേ? It must be documented. മൂന്നാമത്തെ പ്രൊസീജിയർ ആണ് ഇൻവെസ്റ്റിഗേഷൻ. അത് നമ്മൾ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്സിഡന്റ്സ് ഓർ ഇൻസിഡൻസ്. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിനു മുമ്പ് എന്താണ് ആക്സിഡന്റ്? ക്യാൻ യു ഡിഫൈൻ വാട്ട് ഈസ് മീൻ ബൈ ആക്സിഡന്റ്? ഒരാളെങ്ങനെ നിക്കലെ തള്ളിട്ടു, താഴ്മേലെന്ന് താഴേക്ക് തള്ളിട്ടു, അത് ആക്സിഡന്റ് ആണോ? അതൊരിക്കലും ആക്സിഡന്റ് അല്ല. അത് ആക്സിഡന്റ് അല്ല. ഒരാളെ വണ്ടി ഇടിപ്പിച്ച് മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ചു, അത് ആക്സിഡന്റ് ആണോ? അത് ആക്സിഡന്റ് അല്ല, അത് ഇന്റൻഷണൽ ക്രൈം ആണത്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ an unplanned unwanted event which leads to injury, damage or death ആണ് ആക്സിഡന്റ്. ആക്സിഡന്റ് എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സംഭവിക്കുന്നത്. ആക്സിഡന്റൽ ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാതെ സംഭവിക്കണതിനാണ് ആക്സിഡന്റ് എന്ന് പറയാം, റൈറ്റ്? അപ്പൊ ആക്സിഡന്റ് ഈസ് എൻ അൺപ്ലാൻഡ് അൺവാണ്ടഡ് ഇവന്റ്, നമുക്ക് ആവശ്യമില്ല ഇവന്റ് വിച്ച് ലീഡ്സ് ടു ഇഞ്ചുറി, ഡാമേജ് ഓർ ലോസ്, ഡെത്ത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ നിയർ മിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ പറയില്ലേ, തലനാരിഴക്കി ആയുസിന്റെ ബലം എന്നൊക്കെ പറയൂല, തലനാരിഴക്കി രക്ഷപ്പെടുക എന്ന് പറയുന്നത് നിയർ മിസ്. അപ്പൊ നിയർ മിസ് എന്ന് പറഞ്ഞാലും ഒരു അൺപ്ലാൻഡ് അൺവാണ്ടഡ് ഇവന്റ് ആണ്, but which had the potential to lead injury, damage or loss, but in fact it didn't happen so, right? Unplanned unwanted event ആണ്, പക്ഷെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കാൻ, പക്ഷെ അത് സംഭവിച്ചില്ല ഭാഗ്യത്തിന്. അതാണ് നിയർ മിസ്. അപ്പൊ നിയർ മിസ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടൂടാ, ആക്സിഡന്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു ഫ്രാങ്ക്ബേർഡ് ട്രയാങ്കിളിനെ പറ്റി പറയാറുണ്ട്. അതായത് ഇങ്ങനെയാണ് വരിക, 600 നിയർ മിസ് ഉണ്ടെങ്കിൽ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്നതാണ്. 600 നിയർ മിസ് ഉണ്ടെങ്കിൽ 30 മൈനർ ഇഞ്ചുറിയും 10 ഫസ്റ്റ് എയ്ഡ് ഇഞ്ചുറിയും ഒരു മേജർ ആക്സിഡന്റും. നിയർ മിസ് എന്ന് വെച്ചാൽ കാല് ഇങ്ങനെ ഒന്ന് വഴുക്കണത് നിയർ മിസ് ആണ് കേട്ടോ.
അപ്പൊ നിയർ മിസ് എത്രത്തോളം റിപ്പോർട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നോ അത്രത്തോളം ആക്സിഡന്റിന് എണ്ണം എന്ത് ചെയ്യും, കുറയൂന്നാണ് ഫ്രാങ്ക് ബേർഡ് എന്ന് പറഞ്ഞ ഒരാളുടെ ട്രയാങ്കിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ്? അപ്പൊ നമ്മളോട് ചിലപ്പോൾ നെബോഷ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നിയർ മിസ് എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ ആക്സിഡന്റ് എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മളെ മാറ്റർ എന്ന് ഞാൻ പറഞ്ഞു. സോ ഹിയർ നമ്മൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണതിന്റെ കാരണങ്ങൾ പലതാണ്. പ്രധാനമായ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ആക്സിഡന്റിനെയോ ഒരു ഇൻസിഡന്റിനെയോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് റീസൺ എന്തിനാണെന്ന് അറിയോ? അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയലാണ്. ഐഡന്റിഫൈയിങ് റൂട്ട് കോസ്. അതിനൊരു മൂല കാരണം ഉണ്ടാവൂലടാ, അതിന്റെ കോറിൽ കറങ്ങിച്ചെന്ന ഒരു കാരണം ഉണ്ടാവില്ലേ, ആ കാരണത്തിനാണ് നമ്മൾ എന്തെന്ന് പറയണേ, റൂട്ട് കോസ്. മനസ്സിലാവണല്ലോ പറഞ്ഞ, ഐഡന്റിഫൈയിങ് ദ റൂട്ട് കോസ്, എന്നിട്ട് എന്താണ്, ടു ടേക്ക് ദ കറക്റ്റീവ് ആക്ഷൻ. ആ റൂട്ട് കോസിനെ തിരുത്താനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കാനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന റിയാക്റ്റീവ് മെഷർ നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്? പിന്നെ അത് മാത്രമല്ല, ബാക്കി എന്തൊക്കെയാണ്, വി ക്യാൻ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കളക്ടിങ് എവിഡൻസ് കളക്ട് ചെയ്യാം. റൈറ്റ്? അതുപോലെ തന്നെ ടു ഡിസ്കവർ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ആക്സിഡന്റിന്റെ ട്രെൻഡ് ആൻഡ് പാറ്റേൺ എവിടെയാണ്, ഏത് സ്പോട്ടിലാണ്, എത്രത്തോളം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, ടു ക്ലെയിം ദ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇൻഷുറൻസ് ക്ലെയിംസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട വരും. ദെൻ അപ്ഡേറ്റിംഗ് ദ റിസ്ക് അസസ്മെന്റിൽ പോയിട്ട് എവിടെയാണോ പ്രശ്നം വന്നത് അവിടെ പോയിട്ട് അപ്ഡേഷൻ നടത്താൻ പറ്റും. മനസ്സിലായില്ലേ? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വഴി സ്റ്റാഫിന് കമ്പനിയോടുള്ള കോൺഫിഡൻസ് കൂടും. ദാറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റാഫിന്റെ മൊറൈൽ, വർക്ക് എത്തിക്സ് കൂടും. കാരണം ഒരു ആക്സിഡന്റ് ആയപ്പോഴേക്കും, അല്ല ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ പോയി നിയർ മിസ് ആയപ്പോഴത്തേക്കും എൻ്റെ കമ്പനി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ആരിൽ വരും, സ്റ്റാഫിന് വരും. പിന്നെന്ത് വരും, ലീഗൽ റീസൺസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്തുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് നോക്കട്ടെ എന്ന് ലീഗൽ പിന്നെ ഇൻസ്പെക്ടറേറ്റ് വരുമ്പോൾ, ലേബർ ഇൻസ്പെക്ടറേറ്റ് വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. റൈറ്റ്? സോ ബേസിക്കലി റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുമാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, എല്ലാം ഭയങ്കര ഹീ ഹൂ ജഗബൊക പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോ? ഉറപ്പായിട്ടും വേണ്ട. ചിലതിന് ലോ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ മതി, ചിലതിന് മീഡിയം ലെവൽ മതി, ചിലത് മിഡിൽ ലെവൽ മതി, ചിലതിന് ഹൈ പ്രയോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ട് വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയാരിറ്റി ഓഫ് ഇഞ്ചുറിയുടെ സിവിയാരിറ്റി, അല്ലെങ്കിൽ സംഭവിച്ച ഇൻസിഡന്റിന്റെ സിവിയാരിറ്റി അനുസരിച്ച്. പഴത്തൊലിമ ചവിട്ടിയെടുത്തുമ്പോൾ വീഴാൻ പോയതിന് ഹൈ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ആൾ വീണിട്ടില്ലല്ലോ. പക്ഷേ ഒരു ലിഫ്റ്റിന്റെ ഒരു എസ്കലേറ്റർ ഇത് വർക്ക് ചെയ്യാതെ ഒരാൾ അതിൽ കുടുങ്ങിയില്ല, രക്ഷപ്പെട്ടു. പക്ഷെ ഹൈ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. സംഗതി നിയർ മിസ് ആണെങ്കിലും അടുത്തൊരാൾ അതുമൊന്നും മറിഞ്ഞും കെട്ടി വീണ് താവിട്ട് പൊടിയെ അടിച്ച് തലടിച്ച് ചിന്നിച്ചേറാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് വെറുതെ വി ഷുഡ് നോട്ട് കീപ് ലെഫ്റ്റ് ബിഹൈൻഡ്, വെറുതെ അത് ഇടാൻ പറ്റൂല. സോ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇൻ ഷോർട്ട് നമ്മൾ ഈ വിഷയത്തേക്ക് വരികയാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ആദ്യം റിപ്പോർട്ട് ചെയ്യണം ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി, ദെൻ അത് റെക്കോർഡ് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. അതാണ് റെക്കോർഡ് ചെയ്യൽ. ലാസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് ഇനി നമ്മൾ പറയാൻ പോണേ. ഹൗ ടു ഇൻവെസ്റ്റിഗേറ്റ്, ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ആക്സിഡന്റിനെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റണം. പ്രധാനമായും ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വി ഹാവ് 4 സ്റ്റെപ്സ്. ശരിക്കും ഞാൻ ഇന്ന് നല്ല ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് കട്ട സെറ്റായി വന്നത് എന്തിനാണെന്ന് അറിയാം. ഇന്ന് എൻ്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഓക്കെ, ഞാൻ ഇന്ന് സേതുരാമയ്യർ CBIയിലെ മമ്മൂട്ടിയാണ്. ഓക്കെ ഫൈൻ. സോ സേതുരാമയ്യർ ആണ് ഞാൻ ഇന്ന്. ഓക്കെ, അപ്പൊ അതിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിൽ പ്രധാനമായിട്ടും 4 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ. ഏതൊരു ഇൻവെസ്റ്റിഗേഷനിലും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂല. നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സബ്ജക്റ്റ് ആണത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, വി ഷുഡ് ഗ്യാദർ ദ ഫാക്ച്വൽ ഇൻഫർമേഷൻ. റൈറ്റ്? കളക്ടിങ് ദ ഫാക്ച്വൽ ഇൻഫർമേഷൻ, ട്രൂത്ത്ഫുൾ ആയ
ഫാക്ച്വലായ സത്യസന്ധമായ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ നേരെ വരുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഓക്കെ, ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം തന്നെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ സീൻ സെക്യൂർ ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി സീൻ സെക്യൂർ. നിങ്ങൾ ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് കടന്നു പോവാ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറിലേക്ക് കടന്നു വരികട്ടാ. ആദ്യം ഒരു ആക്സിഡന്റ് ഉണ്ടായി, നേരെ സീൻ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. സെക്യൂർ ദ സീൻ. എന്തുകൊണ്ട് സീൻ ഓൾട്ടർ ചെയ്യാൻ പാടില്ല? സീൻ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കപ്പെടും. സീൻ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ ഫോർമാലിറ്റീസ് നടക്കില്ല. സീൻ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ തടസ്സപ്പെടും എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് സീൻ ഷുഡ് നോട്ട് ഓൾട്ടർ. സീൻ അങ്ങനെ തന്നെ നിൽക്കണം. ദെൻ സീനിലേക്ക് എത്തി കാഷ്വാലിറ്റിനെ എത്രയും പെട്ടെന്ന് കെയർ ചെയ്യണം. കാഷ്വാലിറ്റിനെ എടുത്ത് ഓടണം, റൈറ്റ്? കാഷ്വാലിറ്റി കെയർ. ഇനി ഇൻവെസ്റ്റിഗേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ്. ഏതെല്ലാം തരത്തിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിറ്റ്നസിനെ പൊക്കലാണ്. ഇതിന് സാക്ഷിയായ ആളെ പൊക്കലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കളക്ട് ദ വിറ്റ്നസ്. വിറ്റ്നസിന് ഇന്റർവ്യൂ എടുക്കലാണ്. അപ്പൊ വിറ്റ്നസിന് ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ പോകുന്നു, വണ്ടി നേരെ പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? മാണിച്ചനെ കാണുന്നു. എന്നിട്ട് മറ്റേ അതിൽ പറയുന്നു, മാണിച്ചനെ കൊന്നത് ഞാനല്ല, ബാക്കി 7 പേരെയും കൊന്നത് ഞാനാണ്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കൂരിരുട്ടിൽ ഒരാൾ മാത്രം മരിച്ചിടക്കുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ സാർ, ഞാനല്ല കൊലപാതകം ചെയ്തത് സാർ. എനിക്ക് അടുത്ത 1 മാസത്തിനുള്ളിൽ തൂക്കുകയർ കിട്ടുന്ന എനിക്ക്, ഒരു ദയാഹർജിക്ക് വേണ്ടി പോലും കാത്തു നിൽക്കാൻ, അപേക്ഷ കൊടുക്കാൻ പറ്റാത്ത എനിക്ക്, ഞാൻ എന്തിനു മാണിച്ചനെ കൊല്ലണം? അവിടെ നിന്നും 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം പുറകോട്ട് വീണ്ടും കാലചക്രം തിരിഞ്ഞ് കറങ്ങിക്കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പോവാണ്. അപ്പൊ പോകുമ്പോൾ ഇവിടെ പണ്ട് പുഴയായിരുന്നല്ലേ, ഇപ്പൊ ഇവിടെ പാലം വന്നല്ലേ, ഓക്കെ റെഡി. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു? വി ആർ കളക്ടിങ് ദ വിറ്റ്നസ്. അതിന് വിറ്റ്നസ് ആയ ആളെ പൊക്കുന്നു. വിറ്റ്നസ് ആയ ആളെ പൊക്കിയിട്ട് നേരെ പിന്നെ മ്യൂസിക് ഇടുന്നു. മ്യൂസിക് ഇട്ടു. വിറ്റ്നസിനെ ഇന്റർവ്യൂ ചെയ്യണം. വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത്? ഒരു ക്വൈറ്റ് റൂമിൽ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, വളരെ ഹാർട്ട് ഓപ്പൺ ആയിട്ട് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചോദിക്കും. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം നടന്നത് കൃത്യം രാത്രി 8:30-നും 9:30-നും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കൂരിട്ടിൽ ശക്തമായ മഴയും നല്ല ഇടിമിന്നലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അല്ല, ആ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആള് മൂത്രം വയ്ക്കും. ആ ക്വസ്റ്റ്യൻ അല്ല പറയേണ്ടത്. വളരെ സിമ്പിൾ. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? നിങ്ങളപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെ സംഭവിച്ചു? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിറ്റ്നസ് വളരെ സാവധാനത്തിൽ പറയിപ്പിക്കുന്നു. അല്ലാണ്ട് കൊങ്ങക്ക് പിടിച്ചതല്ല പറയിപ്പിക്കുന്നത്. ഇവിടെ വളരെ സാവധാനത്തിൽ പറയിപ്പിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുന്നു. അവരോട് വേണമെങ്കിൽ ഒരു പേപ്പർ കൊടുത്ത് എഴുതാൻ പറയുന്നു. വീണ്ടും വിളിച്ചാൽ വരണോട്ടാ എന്ന് പറഞ്ഞിട്ട് കാണുമെന്ന് പറയുന്നു. അല്ലെ? പോണ വഴിക്ക് എന്ത് ചെയ്യുന്നു? നേരെ പോണ വഴിക്ക് ഒരു ഗ്ലാസ് ഇടുന്നു, ടിഷ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നു. അല്ലെ? ആ സിനിമ ഓർമ്മ വരുന്നില്ലേ? അപ്പൊ എന്താ സംഭവം ചിത്രമുള്ളോ? എന്താണ്? വിറ്റ്നസിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിറ്റ്നസിനെ പൊക്കണം. വിറ്റ്നസിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ വിറ്റ്നസിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ടെക്നിക്കുകൾ ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാറുണ്ട്. ക്വൈറ്റ് റൂമിൽ ഇരുത്തി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതി ഉണ്ടാക്കി അവരോട് വേണമെങ്കിൽ എഴുതാൻ പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് നമ്മൾ അവരെ വിടുന്നു. റൈറ്റ്? വിറ്റ്നസിനെ ഇന്റർവ്യൂ ചെയ്യൽ അപ്പോൾ ഒരു മെത്തേഡാണ്. ആക്സിഡന്റിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താണ്? അപ്പോ കിട്ടിയില്ലേ? വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്യാം. വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്യാന്നുള്ള മെത്തേഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് നമുക്കറിയാം. രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. വി ക്യാൻ ഒബ്സർവ് ദ സീൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ. സീനിൽ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാം. സീനിലേക്ക് എത്തുകയാണ്. നമ്മളെ ഫുൾ ടീം സീനിലേക്ക് എത്തുന്നു. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, സ്കെച്ചസ്, വീഡിയോസ്, മെഷർമെന്റ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, യെസ്, ഇങ്ങനെ അങ്ങനെ ആള് മരിക്കാൻ നേരത്ത് ഇങ്ങനെ കടന്ന് എഴുതി നോക്കിയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഇതിൽ മരണസമയത്ത് അവസാനം ദൈവഭക്തനായതുകൊണ്ട് ഈശോ എന്ന് എഴുതിയതാണോ? അല്ല, മോസി എന്നാണോ എഴുതിയത്? യെസ്, ഈശോ, മോസി. അങ്ങനെയുള്ള ഡയറക്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്നതാണിത്.
അതുപോലെ ഡമ്മിട്ട് നോക്കുന്നു, ഡമ്മി ഇടുമ്പോൾ അത് എങ്ങനെ വീഴുന്നു, തിരിഞ്ഞു വീഴുന്നു, മറിഞ്ഞു വീഴുന്നു, ബ്ലഡ് എങ്ങോട്ട് ചിതറുന്നു, ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, സ്കെച്ചസ് എടുക്കുന്നു, മെഷർമെന്റ് എടുക്കുന്നു, എക്സിസ്റ്റിംഗ് ലൊക്കേഷനെ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ കുറെ തെളിവുകൾ കണ്ടെത്താൻ പറ്റും. മൂന്നാമത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഇവനെ ഡോക്യുമെന്റ് എക്സാമിനേഷൻ. സകലമാന ഡോക്യുമെന്റുകളും ചെക്ക് ചെയ്യാം. ഡോക്യുമെന്റുകൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പോളിസി ഉണ്ടാവും, റിസ്ക് അസസ്മെന്റ് റെക്കോർഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ആക്സിഡന്റ് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്സ്, അങ്ങനെ സൈറ്റ് ലൊക്കേഷൻ, സൈറ്റ് പ്ലാൻ, സൈറ്റ് ലേ ഔട്ട്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കുന്നു. റൈറ്റ്? റെക്കോർഡ്സിന് ഇപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറയേണ്ടതില്ലല്ലോ. മെയിൻ്റനൻസ് റെക്കോർഡ്സ് എല്ലാം എടുത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും പരിശോധിക്കും. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യടാ? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിന് വേണ്ടി ഈ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം കേട്ടാ. ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഫസ്റ്റ് മ്യൂസിക് ഇടുന്നു, വരുന്നു, വിറ്റ്നസിനെ പൊക്കുന്നു, വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്യുന്നു, നോട്ട് എഴുതുന്നു, ഓക്കെ. ഡയറക്റ്റ് ഒബ്സർവേഷനിൽ ചെന്നിട്ട് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കത്തി. ദെൻ ഡോക്യുമെന്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കത്തി. ഈ കത്തിയ സാധനങ്ങളെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നറിയോ? ഈ ഇൻഫർമേഷനൊക്കെ കൊണ്ടുപോയിട്ട് ഒരാഴ്ചവട്ടിൽ ഇരുന്നിട്ട് നല്ല ഓക്സിജൻ കിട്ടുന്നോടത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യണ സമയത്ത് ബോഷ് എക്സാമിന് ആൽച്ചോട്ടിൽ ഇരുന്നിട്ട് അനലൈസ് ചെയ്യണമെന്ന് എഴുതിയൊക്കെ ഇരുന്നിട്ടാ. അനലൈസിങ് ഇൻഫർമേഷൻ ആൻഡ് ഡ്രോയിങ് എ കൺക്ലൂഷൻ. കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇൻഫർമേഷൻ അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പൊ ഇൻഫർമേഷൻ ഏത് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നത്? നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷന്. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ട്, ആ ഇൻഫർമേഷൻ ഫാക്ച്വൽ ആയിരിക്കണം. ആ ഇൻഫർമേഷൻ ഫാക്ച്വൽ അല്ലെങ്കിൽ അനാലിസിസ് തെറ്റും, കൺക്ലൂഷൻ തെറ്റും, പ്രതിനെ കിട്ടൂല, കാരണം കണ്ടെത്താൻ പറ്റൂല. അപ്പൊ ഇവിടെ കൃത്യമായി നമ്മൾ വിഷയത്തെ അനലൈസ് ചെയ്ത് അതിന്റെ കൺക്ലൂഷനിലേക്ക്, ഇൻഫർമേഷൻ അനലൈസ് ചെയ്ത കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇമ്മീഡിയറ്റ് കോസ് ആണ്, മറ്റൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടാ, മറ്റൊന്ന് റൂട്ട് കോസ് ആണ്. റൂട്ട് കോസ് അഥവാ അണ്ടർലൈങ് കോസ് എന്നും പറയും ടെക്സ്റ്റില്. ഇമ്മീഡിയറ്റ് കോസും റൂട്ട് കോസും. ഒരു വിഷയത്തിന് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങൾക്കൊക്കെ പിന്നില് ഒരു ഇമ്മീഡിയറ്റ് കോസും കാണും, ഒരു റൂട്ട് കോസും കാണും. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ഇമ്മീഡിയറ്റ് കോസ്? എടാ, ഒരു വണ്ടി വന്ന് ഇടിക്കുന്നത് നിങ്ങൾ കണ്ടു, നിങ്ങൾ ദൃക്സാക്ഷിയായി. നിങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ടിനോട് ഓളിയോ ഒരു രക്ഷയിലടോ, ഇവിടെ ഒരു വണ്ടി വന്നിടോ, പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ടിനാട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്, അപ്പൊ നമുക്ക് ഒരു അപ്പാപ്പ വട്ടം ചാടണുണ്ടോ, മറ്റാളടിച്ച് അങ്ങോട്ട് കയറി വന്നിടോ. ഇതാണ് എന്ത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്, വിസിബിൾ ആയിട്ടുള്ള കോസാണിത്. പക്ഷേ ഏതൊരു ഇമ്മീഡിയറ്റ് വിസിബിൾ കോസിന്റെ പിന്നിലും ഡയറക്റ്റ് കോസ് എന്ന് പറയും, ഡയറക്റ്റ് കോസിന്റെ പിന്നിലും റൂട്ട് കോസുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് റൂട്ട് കോസ്? റൂട്ട് കോസ് ഈക്വൽ ടു ഫെയിലിയർ ഓഫ് ദ മാനേജ്മെന്റ് സിസ്റ്റം. മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്ത് ഫെയിലിയറും എന്താണ്? റൂട്ട് കോസ് ആണ്. വണ്ടിയുടെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു, അതൊന്നും ആയിരിക്കില്ല കാര്യം. വണ്ടിയുടെ കാര്യത്തിലുള്ള ഫെയിലിയർ ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം എന്തായിരിക്കും? ചിലപ്പോൾ ട്രക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, മെയിൻ്റനൻസ്, ലാക്ക് ഓഫ് മെയിൻ്റനൻസ്, ലാക്ക് ഓഫ് ഇൻസ്പെക്ഷൻ, ലാക്ക് ഓഫ് ട്രെയിൻഡ് ഡ്രൈവർ, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റണില്ലല്ലോ. ലാക്ക് ഓഫ് കോമ്പീറ്റന്റ് ഡ്രൈവർ, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ റൂട്ട് കോസ്. പക്ഷെ നമ്മൾ കണ്ടതോ ഇതാണ്. അപ്പൊ റൂട്ട് കോസ് വളരെയധികം ചെകഞ്ഞുള്ളിലേക്ക് പോയാൽ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മാത്രം കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഫെയിലിയറിൽ എന്തൊക്കെ വരും? ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, ലാക്ക് ഓഫ് മെയിൻ്റനൻസ്, നോ PPE, നോ സൂപ്പർവിഷൻ, നോ റിസ്ക് അസസ്മെന്റ്, നോ സേഫ് സിസ്റ്റം ഓഫ് വർക്ക്. അതായത് മാനേജ്മെന്റ് കൊടുക്കേണ്ട സാധനം കൊടുക്കാണ്ട് സംഭവിക്കുന്നതാണ് എന്ത്? റൂട്ട് കോസ്. റൂട്ട് കോസ് ഇല്ലാതെ ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാവില്ല. തീയില്ലാണ്ട് പുകയില്ലടാ, തീയില്ലാണ്ട് പുകയില്ല, മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ഓഫ് ദ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് കോസും റൂട്ട് കോസും കിട്ടി. ഇനി നമ്മളെ കാര്യം എളുപ്പമായില്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഉദാഹരണം, ഫ്ലോറിൽ നിറച്ചു ഓയിൽ ലീക്കേജ് ഉണ്ട്. എന്ത് ചെയ്തു? ഓയിൽ ലീക്കേജ് തുടച്ചളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും ഓയിൽ ലീക്കേജ്. അപ്പൊ വീണ്ടും വന്ന് തുടച്ചു.
കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ ലീക്കേജ്, അത് വന്ന് തുടച്ചു. ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കൂലല്ലോ, നമ്മൾ മനസ്സിലായി എവിടെന്നോ ഒരു ലീക്ക് ഉണ്ടല്ലോ, നേരെ പോവും പ്ലാന്റിൽ പോവും. ഓക്കെ, മെഷീനിൽ മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഓയിൽ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആകെ സ്പില്ലേജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. അവിടെ ഇൻസ്പെക്ഷനും മെയിൻ്റനൻസും പ്രോപ്പറായി കൊടുത്തിട്ട് പിന്നെ നമ്മൾ തുടക്കും, റൈറ്റ്? അപ്പൊ എന്താ, ഇമ്മീഡിയറ്റ് കോസും ക്ലിയർ ആയി, റൂട്ട് കോസും ക്ലിയർ ആയി. കഥ മനസ്സിലായ? അപ്പൊ കോസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയമാണ് എന്ത്, അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയ കൺട്രോൾ മെഷേഴ്സ് ഡിസൈൻ ചെയ്യും. സ്യൂട്ടബിൾ കൺട്രോൾ മെഷർ ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. സ്യൂട്ടബിൾ കൺട്രോൾ മെഷർ അല്ല ഡിസൈൻ, ഓയിൽ ലീക്കേജിന് പകരം ഓയിൽ ലീക്കേജ് അല്ല ട്രീറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമാണ് ട്രീറ്റ് ചെയ്തെങ്കിൽ വീണ്ടും അവിടെ സ്പില്ലേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും, റൈറ്റ്? അവിടെ ഇങ്ങനെ തുളുമ്പി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കൺട്രോൾ മെഷർ ഫെയിലിയർ ആയി എന്നല്ല അർത്ഥം. അപ്പൊ പ്രോപ്പറായ കൺട്രോൾ മെഷർ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം, അല്ലെങ്കിൽ ടൈം എനർജി മണിയൊക്കെ വേസ്റ്റ് ആണ്. അപ്പൊ പ്രോപ്പറായ കൺട്രോൾ മെഷർ എന്തിനുള്ള കൺട്രോൾ മെഷറാണ്? ഇമ്മീഡിയറ്റിനും റൂട്ടിനുമുള്ള കൺട്രോൾ മെഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇമ്മീഡിയറ്റ് കോസിനുള്ള കൺട്രോൾ മെഷർ എന്താണ്? while we are wipe off the floor, at the same time we do the മെയിൻ്റനൻസ് ഓഫ് ദ മെഷീൻ, ഇൻസ്പെക്ഷൻ ഓഫ് ദ മെഷീൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ മെഷീൻ. ഇത് രണ്ടും ചെയ്യുന്നതോട് കൂടി എന്തായി, സാധനം പെർഫെക്റ്റ് ആയി, റൈറ്റ്? കൺട്രോൾ മെഷേഴ്സ്. ഇതുപോലെ നേരത്തെ ആക്സിഡന്റിന്റെ കേസിൽ, വണ്ടി അടിച്ച കേസിലായാലും റൂട്ട് കോസിനെ ക്ലിയർ ചെയ്ത് ഇമ്മീഡിയറ്റ് കോസ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവും, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണതിന്റെ ഗുണം എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടാണ് കൺട്രോൾ മെഷർ ഉണ്ടാകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയ എല്ലാം പാളും. വളരെ ഇമ്പോർട്ടന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് സേതുരാമയ്യരുടെ സ്റ്റെപ്പ് തന്നെയാണ്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? വി ആർ പ്ലാനിങ് ദ റെമഡിയൽ ആക്ഷൻ. റെമഡി പ്ലാൻ ചെയ്യുന്നു, റെമഡിയൽ ആക്ഷൻ പ്ലാൻ ചെയ്യുന്നു. റെമഡിയൽ ആക്ഷൻ എന്തിനെ ബേസ് ചെയ്താണ് പ്ലാൻ ചെയ്യുന്നത്? എൻഡ് ഓഫ് ദ ഡേ ഉണ്ടല്ലടാ, ടേബിൾമേക്ക് എത്തുന്നത് എന്താണ്? റെമഡിയൽ ആക്ഷൻ ആണ്. ആരുടെ ടേബിൾമേക്ക്? മാനേജറുടെ ടേബിൾമേക്ക്. ആരുടെ റെമഡിയൽ ആക്ഷൻ? സേഫ്റ്റി ഉണ്ടാക്കുന്ന നിങ്ങളുടെ സേഫ്റ്റി മാനേജർ അല്ല സേഫ്റ്റി ഓഫീസറായ നിങ്ങളുടെ റെമഡിയൽ ആക്ഷൻ. നിങ്ങളുടെ റെമഡിയൽ ആക്ഷൻ എന്താണ്? റെക്കമെൻഡഡ് ആക്ഷൻ എന്താണ്? പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ ന്യൂ വർക്കേഴ്സ്, റൈറ്റ്? പ്രൊവൈഡ് ട്രെയിനിങ് ടു ന്യൂ വർക്കേഴ്സ്. അതാണ് നിങ്ങളെ റെമഡിയൽ ആക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ പ്രയോറിറ്റി ഒരു മീഡിയം ആണെന്ന് വിചാരിക്കാം, മീഡിയം പ്രയോറിറ്റി. ടൈം സ്കെയില് 1 വീക്ക്. റെസ്പോൺസിബിൾ പേഴ്സൺ വെയർഹൗസ് മാനേജർ. ഇതാണ് ഒരു റെമഡിയൽ ആക്ഷൻ. ഇതുപോലെ റെമഡിയൽ ആക്ഷൻസ് ഇങ്ങനെ വരച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഈ സാധനങ്ങൾ കൊടുക്കും, ഇതിന്റെ കോസ്റ്റും വേണമെങ്കിൽ കാണിക്കും, ഓരോന്നിന് ഇത്ര കോസ്റ്റ് വരുമെന്ന്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ഇത്ര വരുന്ന ഇതാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ടോട്ടൽ സമ്മറി. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ ഒരു പിടുത്തം കിട്ടില്ല. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ 4 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി വരണം. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ 4 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി വരണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ടിങ് ദ ട്രൂത്ത്ഫുൾ ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഫാക്ച്വൽ ആയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ബൈ വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്യുന്നു, ഡയറക്റ്റ് പോയിട്ട് ഡമ്മിട്ട് നോക്കണ പരിപാടി, ഈശോമോസി അല്ലെ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഡോക്യുമെന്റുകൾ എക്സാമിൻ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതിനായി ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുകയാണ്, ഡ്രോയിങ് എ കൺക്ലൂഷൻ. അതിൽ ഇമ്മീഡിയറ്റ് കോസും റൂട്ട് കോസും നമ്മൾ കണ്ടെത്തുന്നു. ഈ ഇമ്മീഡിയറ്റ് കോസും റൂട്ട് കോസും അനുസരിച്ചിട്ടുള്ള കൺട്രോൾ മെഷറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ റെമഡിയൽ ആക്ഷനിലേക്ക് പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്. വെരി സിമ്പിൾ. ഇതൊരു കോഴ്സായിട്ടുണ്ട്. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ ആ കോഴ്സിലുള്ളത് നിങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. പലപ്പോഴും ഇന്റർവ്യൂവിന് ഈ സാധനം ചോദിക്കും, നമ്മൾ വളരെ ഉറപ്പായിട്ടും ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സും ആയിരിക്കും വിട്ടത്. അപ്പൊ ചുരുക്കത്തിൽ ഇൻ ഷോർട്ട് ദിസ് ഇസ് ഗോട്ട് ഫിനിഷ്ഡ്. ഈ യൂണിറ്റ് ഫിനിഷായി. ഈ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര ഉള്ളൂടാ. ഒന്ന്, ഒരു ആക്സിഡന്റ് ഉണ്ടായാലും ആദ്യം അത് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ടത് ഡോക്യുമെന്റ് ചെയ്യണം. എന്നിട്ടത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്തിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ. കണ്ട, ഇവിടെ കറക്റ്റീവ് ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിന്റെ പിന്നെ എന്താ പറയാ, എയിം ഫുൾഫിൽ ആയി എന്ന് നമുക്ക് പറയാം, ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ആയി നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ടോട്ടൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളാണ്: ആക്സിഡന്റ് റിപ്പോർട്ടിംഗ്, ആക്സിഡന്റ് റെക്കോർഡിംഗ്, ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. കഥ മനസ്സിലായ?
അപ്പോൾ ഇതിൽ നിന്നും 10-15 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വി ആർ വെരി 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 ക്ലോസ് ടു ദ എൻഡ് പോയിന്റ് ഓഫ് ദ ടോട്ടൽ സിലബസ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഫുൾ പവർ ഫുൾ ഓണിലുണ്ട് എന്നാണ് കേട്ടോ. ഉറങ്ങരുത്, വെട്ടിട്ടോളണം, ചാടി ചാടി നിൽക്കണം, ഫുൾ എനർജി, ഫുൾ പവർ, ഫുൾ ഓൺ. ഓക്കെ, സോ അടുത്ത യൂണിറ്റിൽ നമ്മൾ വീണ്ടും കാണും. അടുത്ത യൂണിറ്റ് ഓഡിറ്റിങ്ങും റിവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണും. നമ്മൾ ഇവിടെ തീർക്കാണ്. തൽക്കാലം ഇവിടെ പിരിയുന്നു. യുവർ ഓൺ NM. താങ്ക് യു സോ മച്ച്.